ഹായ് ഫ്രണ്ട്സ്, ദുരന്തഭൂമിയിലേക്ക് അവരെ ആശ്വസിപ്പിക്കാൻ ലാലേട്ടൻ, അതും ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ വേഷത്തിൽ. എന്നാൽ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടാണ് ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും വരുന്നത് ഇങ്ങനെയാണ്: എല്ലാം ചെയ്യേണ്ടവർ ചെയ്തു, ഇയാൾ ഫോട്ടോഷൂട്ടിങ്ങിന് പോയതാണ് അവിടെ. ഇത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്? ലാലേട്ടൻ അവിടെ പോയതുകൊണ്ടാണോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉറ്റവരും ഉടയവരുമൊക്കെ നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർ അവിടെയുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരിക്കുന്നവർ. അവരെയൊക്കെ പോയി അടുത്ത് നിർത്തി ഒന്ന് ചേർത്ത് പിടിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അവരുടെ കൂടെ കേരളം മുഴുവനുണ്ടെന്നുള്ള ഒരു സന്തോഷമല്ലേ ലാലേട്ടൻ അവിടെ നൽകിയത്? ലാലേട്ടൻ എവിടെ പോയാലും മീഡിയ പുറകെ കാണും. അതുപോലും ചിന്തിക്കാതെ വായിൽ തോന്നുന്നത് എഴുതിയിടുന്നവരോട് എന്ത് പറയാൻ? പിന്നീട് കണ്ട ഒരു കാഴ്ച പട്ടാളക്കാരുടെ ഒപ്പം ലാലേട്ടൻ നിന്ന് ചിത്രമെടുക്കുന്നതാണ്. അവരുടെ മുഖത്തെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി കാണും അവരുടെ മനസ്സ് ഈ വേദന കണ്ട് മരവിച്ചു നിൽക്കുന്നത്. അവരും മനുഷ്യരല്ലേ. അവർക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ലാലേട്ട, നിങ്ങൾ ചെയ്തത് അത്രയ്ക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ആ സ്കൂൾ ലാലേട്ടൻ പുനർനിർമ്മിച്ചു നൽകാമെന്നും വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി രൂപ നൽകുമെന്നും ലാലേട്ടൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നേരത്തെ തന്നെ ലാലേട്ടൻ സംഭാവന നൽകിയിരുന്നു. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ലാലേട്ട, ഞങ്ങളുടെ മനസ്സിൽ ലാലേട്ടന്റെ സ്ഥാനം ഒന്നുകൂടി ഉയർന്നിട്ടേയുള്ളൂ. ഈ വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.